ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ദി അവർ ഓഫ് ഹോപ്പ് എന്ന ഈ ടെലിവിഷൻ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. ദൈവവചനം നമുക്ക് ഒരുമിച്ച് പഠിക്കാനുള്ളതായ ഒരു അവസരമാകുന്നു. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് പ്രയോജനകരമാകുന്നു. പലരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിലും ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടതായ പ്രാധാന്യം കൊടുക്കാത്തത് മൂലം അവർക്ക് ആത്മീയ നിലവാരത്തിൽ നിലനിൽക്കുന്നതിന് സാധിക്കുന്നില്ല. പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ തളർന്നും ക്ഷീണിച്ചും പോകുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ വൈകാരികമായ ഒരു വശമുണ്ട്. അത് അങ്ങനെയുള്ളതായ ആ സന്തോഷവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാകുന്നു. എന്നാൽ അതുകൊണ്ട് മാത്രം എല്ലാ ചുറ്റുപാടുകളിലും വിജയകരമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. നമ്മെ വിജയകരമായി മുമ്പോട്ട് നയിക്കുന്നത് നമ്മളുടെ വേദപുസ്തക പഠനവും അതോടൊപ്പം തന്നെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിച്ച് നാം പ്രാർത്ഥിക്കുന്നതുമാകുന്നു. ശരിയായ രീതിയിൽ വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത ഒരു ആൾക്ക് വിശ്വാസ ജീവിതത്തിൽ മുന്നേറുന്നത് വലിയ പ്രയാസമായിരിക്കും. പിന്നെ അവരെപ്പോഴും എന്തോ ആവശ്യം വന്നാലും മറ്റുള്ളവരോട് പറയേണ്ടി വന്ന് അവർ പ്രാർത്ഥിക്കുന്നതിന് ബലത്തിൽ മാത്രമായിരിക്കും അങ്ങനെയുള്ളവർ ജീവിക്കുന്നത്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് അതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ ശബ്ദം കേട്ട്, അതായത് ദൈവവചനം വായിച്ച് തൻ്റെ ശബ്ദം കേട്ട് തൻ്റെ ഹിതമറിഞ്ഞ് തന്നോട് സംസർഗം പുലർത്തുന്നവരായി, തന്നോട് സംസാരിക്കുന്നവരായി, അതാണ് നാം പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത്. നാം മുന്നോട്ട് പോകണം. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ആവശ്യമായ ജ്ഞാനവും ആലോചനയും ആത്മീക നടത്തിപ്പും ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഫിലിപ്പിൻ്റെ കൈസരിയയിൽ നിന്നുകൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ലോകം എന്നെ ആരെന്ന് പറയുന്നു? രണ്ടാമതൊരു ചോദ്യം കൂടെ ഉണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഈ രണ്ട് വിഷയത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ആരാകുന്നുവെന്നും മറ്റുള്ളവരുടെ സാക്ഷ്യം എന്താകുന്നുവെന്നും ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു വന്നത് ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ള സാക്ഷ്യം എന്താകുന്നു എന്നത് ആകുന്നു. ദൈവവചനത്തിൽ അനേകരെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നതായ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെയും അതിൽ കുറേയൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. ഇന്ന് വേറൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവരുടെ നമ്മെപ്പറ്റിയുള്ള സാക്ഷ്യം എന്താകുന്നു? കർത്താവ് അതാണ് ചോദിച്ചത്, ലോകം എന്നെപ്പറ്റി എന്ത് പറയുന്നു? നമ്മെപ്പറ്റിയും ഇന്നത്തെ വിശ്വാസികളാകുന്ന നമ്മെപ്പറ്റിയും ലോകം എന്താണ് പറയുന്നത്? മറ്റുള്ളവർക്ക് നമ്മെപ്പറ്റി പറയുന്നത് യഥാർത്ഥമായിട്ടും നമുക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ടോ? പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് ഇതൊന്നും കേൾക്കാതിരിക്കുകയാണ് നല്ലതെന്ന്. മക്കളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് മാതാപിതാക്കന്മാരെ പറ്റി പറയാനുള്ളതോ ചിലപ്പോൾ അവർ നേരിട്ട് പറയുന്നതോ ആയ കാര്യങ്ങൾ നമ്മെ വിഷമിപ്പിക്കുകയും നമുക്ക് അത് കേൾക്കുവാൻ ഇഷ്ടമില്ലാതാകുകയും ചെയ്യാറുണ്ട്. എങ്കിലും നാം ഓർക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് നമ്മളുടെ വളർച്ചയ്ക്ക് കാരണമാകും, നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമാകും. മാത്രമല്ല മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞ് നമുക്കും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ സാധിക്കും. വേദപുസ്തകത്തിൽ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ പലരെയും പറ്റിയും പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ കാണുന്നത് ആ രാജ്യം ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാവുന്നു. കൽദയരുടെ രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ബെൽഷസ്സർ രാജാവ് വളരെ പരിഭ്രാന്തനായി വിഷമിച്ച് ഒരു ചുവരെഴുത്ത് കണ്ടിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന സമയത്ത് തൻ്റെ രാജ്യത്തിലെ മന്ത്രവാദികളെയും അങ്ങനെയുള്ള ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്നവരെയും ഒക്കെ കൊണ്ടുവന്ന് അവരോട് ചോദിച്ചിട്ട് അവർക്കും ഈ ചുവരെഴുത്ത് വായിക്കുന്നതിനോ അർത്ഥം പറയുന്നതിനോ സാധിക്കാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയായ ബെൽഷസ്സർ രാജാവിൻ്റെ അമ്മയായ രാജ്ഞി കൊട്ടാരത്തിലേക്ക് വന്ന് ആ രാജാവിനോട് പറയുകയാവുന്നു, ഇവിടെ ഒരു മനുഷ്യനുണ്ട്, നിൻ്റെ അപ്പൻ നെബൂഖദ്നേസറിന് അധികാരമുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഇതുപോലെയുള്ളതായ ചില സന്ദർഭങ്ങളുണ്ടായപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു മനുഷ്യൻ ദാനിയേൽ എന്ന പേരുള്ളതായ ഒരു യഹൂദ പ്രവാസി, ഇപ്പോൾ ആ ആളിൻ്റെ പേര് മാറ്റി ബെൽഷസ്സർ എന്നെ ആക്കിയിട്ടുണ്ട്.
അവനെപ്പറ്റി പറയുന്നത് അവൻ ഉത്കൃഷ്ട മാനസനും അറിവും ബുദ്ധിയും സ്വപ്നവ്യാഖ്യാനവും ഗൂഢാർത്ഥ വാക്യപ്രകാശനവും സംശയഛേദനവും ചെയ്യുവാൻ കഴിവുള്ളവൻ ആകുന്നു. അത് ആര് പറയുന്നതാ? രാജ്ഞി പറയുകയാകുന്നു, നെബൂഖദ്നേസർ രാജാവേ ദാനിയേലിനെ പറ്റി ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന്. നമ്മുടെയും ജീവിതത്തിൽ നമ്മെ സൂക്ഷിച്ചു നോക്കുന്നവർക്ക് എന്ത് സാക്ഷ്യമാണ് പറയുവാനുള്ളത്? ദാനിയേലിനെ പറ്റി വേറൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നത് ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടെ ദാര്യാവേശ് രാജാവ് തൻ്റെ ഭരണാധികാരികളിൽ പ്രധാനികളായി 3 പേരെ ആക്കി. എന്നാൽ 3-ാം വാക്യത്തിൽ പറയുന്നത് ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശിഷ്ടനായി വിളങ്ങി. ദാനിയേൽ ഒരു അന്യദേശത്തു നിന്നും അവനെ ബലമായി പിടിച്ചുകൊണ്ട് ഇതാ നെബൂഖദ്നേസറിൻ്റെ രാജ്യത്ത്, ബാബേൽ രാജ്യത്ത് കൊണ്ടുവന്നിരിക്കുകയാകുന്നു. എന്നാൽ അവിടെ ജീവിക്കുകയും വളരുകയും ചെയ്യുന്നതായ ദാനിയേലിനെ പറ്റി ആ നാട്ടുകാർക്കും രാജാവിൻ്റെ കാഴ്ചപ്പാടിൽ പോലും ഒരു ചിന്തയുണ്ടായിരുന്നു. എന്താണ്? അവൻ ഉത്കൃഷ്ട മാനസൻ ആകുന്നു, അവൻ വിശിഷ്ടനായി വിളങ്ങി. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കന്മാരായ സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്കിന്ന് ചോദിക്കുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിങ്ങളുടെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ, നിങ്ങളായിരിക്കുന്നതായ ചുറ്റുപാടുകളിൽ നിങ്ങൾ ഉത്കൃഷ്ട മാനസരായി വിശിഷ്ടരായി വിളങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു വില കൊടുക്കേണ്ടി വരും. ഇതൊന്നും സ്വമേധയാ ഉണ്ടാകുന്നതല്ല. ഇതൊക്കെ സമയമെടുത്ത് വളർത്തിയെടുക്കേണ്ട സ്വഭാവങ്ങളാകുന്നു. എന്നാൽ നമ്മുടെ മനസ്സ് ഉത്കൃഷ്ടമാകട്ടെ, ഒരു നോബിൾ മൈൻഡ്. ഇക്കാലത്ത് അതിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കാറില്ല. സമ്പത്തിനും സൗന്ദര്യത്തിനും ഉല്ലാസത്തിനും അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു മനുഷ്യൻ നോബിളായിരിക്കണം. തൻ്റെ ജീവിതത്തിൻ്റെ രീതികളിൽ, ഇടപാടുകളിൽ ഉത്കൃഷ്ട മാനസനായിരിക്കണമെന്നോ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴുക്കിനൊപ്പിച്ചങ്ങ് പോയാൽ മതി എന്നുള്ള ചിന്ത മൂലം വിശിഷ്ടനായിരിക്കണമെന്നോ വലിയ ഒരു ചിന്തയൊന്നും ഇന്ന് സമൂഹത്തിൽ ഇല്ലാതായി തീർന്നിരിക്കുകയാകുന്നു. എന്നാൽ എനിക്കിന്ന് പ്രിയപ്പെട്ടവരോട് ഉത്ബോധിപ്പിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിലൊരു വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മറ്റുള്ളവരെ കുറ്റം പറയുന്നവരാകുന്നു. ഇവിടുത്തെ അഴിമതിയെയും ഇവിടുത്തെ അക്രമത്തെയും ഇവിടുത്തെ ശുദ്ധിയില്ലായ്മയെയും ഒരുപാട് കാര്യങ്ങൾ നാം നിരൂപണം നടത്തുന്നവരാകുന്നു. എന്നാൽ ഇതിലെന്തെങ്കിലും ചെയ്യുവാൻ നാം ഒരുങ്ങാറുണ്ടോ? നമ്മുടെ പക്ഷത്ത് നിന്ന് ചെയ്യാവുന്നതെങ്കിലും ചെയ്യുവാൻ നമുക്ക് ഒരുക്കമുണ്ടോ, മനസ്സുണ്ടോ? ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് താഴോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന ഇതാണ്, രാജാവ് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ, വിശിഷ്ടനായ ഒരു മനുഷ്യനെ, ഉത്കൃഷ്ട മാനസനായ ഒരു മനുഷ്യനെ തൻ്റെ രാജ്യത്തിൻ്റെ ഭരണാധിപന്മാരിൽ പ്രധാനിയാക്കുവാനായി, അവരുടെ അധ്യക്ഷനാക്കുവാനായി താൻ ഒരുങ്ങി. അങ്ങനെ ആ സമയത്ത് തൻ്റെ ആ തുല്യ നിലയിലുണ്ടായിരുന്നവർക്കൊക്കെ ഇതിനോട് വലിയ എതിർപ്പ് തോന്നി, അസൂയ തോന്നി. എങ്ങനെയെങ്കിലും ദാനിയേലിനെ രാജാവിന് മുമ്പിൽ കൊച്ചാക്കിക്കളയണം, അവനെ നശിപ്പിക്കണം എന്നുള്ളതായ ഒരു ചിന്ത വന്നു. ഞാൻ അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. അവരിങ്ങനെ നോക്കുകയാണ്, തൻ്റെ ഈ രാജ്യത്ത് കൊടുത്തിരിക്കുന്ന ചുമതലയോടുള്ള ബന്ധത്തിൽ ദാരിയാവേശ് രാജാവിൻ്റെ ഒരു പ്രധാന ഭരണാധികാരിയാകുന്നു എന്നുള്ള ആ നിലയിൽ തൻ്റെ ഭരണക്രമത്തിൽ, തൻ്റെ നടപടികളിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ ഒക്കുമോ എന്ന് അവർ ഇങ്ങനെ തക്കം നോക്കിക്കൊണ്ടിരുന്നു, സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവർ വളരെ ശ്രമിച്ചിട്ടും ഒരു വളരെ ഉന്നത സ്ഥാനത്തുള്ളതായ ഒരു ഭരണാധികാരിയാകുന്നു. ആ ഭരണാധികാരിയുടെ പക്ഷത്ത് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും തൻ്റെ ഇടപാടുകളിൽ ഒരു ദോഷം കണ്ടുപിടിച്ച് കുറ്റാരോപണം നടത്തുന്നതിന് വേണ്ടി അവർ ആവുന്നത് ശ്രമിച്ചു. എന്നാൽ പറയുന്നത് അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ദാനിയേൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവനിൽ ഒരു തെറ്റും കുറ്റവും കണ്ടില്ല. 5-ാം വാക്യത്തിൽ പറയുന്നത്, അപ്പോൾ ആ പുരുഷന്മാർ നാം ഈ ദാനിയേലിന് നേരെ അവൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അവരെ രാജാവിൻ്റെ സേവകൻ എന്നുള്ള നിലയിലും
രാജ്യത്തിൻ്റെ ഭരണത്തിൽ വളരെ ചുമതലയുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിലും ദാനിയേലിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് അവർ പരാജയപ്പെട്ടു. ഒടുവിൽ അവർ പറയുകയാണ്, ഒറ്റ കാര്യത്തിൽ ഈ രാജാവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇവൻ പ്രവർത്തിക്കുന്നുവെന്ന് തെളിയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് അവന് ദൈവത്തിലുള്ള ആശ്രയമാകുന്നു. അങ്ങനെയാണ് ദാനിയേലിനെ കൊടുക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നത്. രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കരുതെന്നും മറ്റു ദൈവങ്ങളുടെ ഒന്നും മുമ്പിൽ പോകരുതെന്നും ഒക്കെ അവർ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ദാനിയേലിനെ കൊടുക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മളൊക്കെ പലപ്പോഴും ദാനിയേലിൻ്റെ ദൈവം എൻ്റെയും ദൈവമാകുന്നു എന്ന് പറയാറുണ്ട്. ദാനിയേലിൻ്റെ ജീവിതത്തിൽ സിംഹക്കുഴിയിൽ നിന്നും വിടുവിക്കപ്പെട്ടതുപോലെ നാമും സിംഹക്കുഴിയിൽ നിന്നും വിടുവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും ചിലപ്പോൾ വിടുവിക്കപ്പെടുമെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നാം വളരെയേറെ മുട്ടിപ്പായിട്ട് ശക്തിയായിട്ടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഇത് എങ്ങനെയുള്ള ദാനിയേലിനാണ് ഇത് സംഭവിച്ചത്? ജീവിതത്തിൻ്റെ മറ്റ് രീതികളിലും മറ്റു മണ്ഡലങ്ങളിലും വിശ്വസ്തത പാലിച്ചവനായിരുന്നു ദാനിയേൽ. ഉത്കൃഷ്ട മാനസനായിരുന്നു ദാനിയേൽ. അവനിൽ കുറ്റം കണ്ടെത്തുവാൻ ശ്രമിച്ചവർക്ക് പോലും കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ദാനിയേലിനെ ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു കുറ്റമായി അവർ കണ്ടുപിടിച്ച് ദാനിയേലിനെതിരായി ആരോപണം കൊണ്ടുവന്നു. അവനെ നശിപ്പിക്കുന്നതിന് വേണ്ടി സിംഹക്കുഴിയിൽ ഇടുന്നതിനുള്ളതായ എല്ലാ കെണികളും അവർ ഒരുക്കി. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ദാനിയേലിൻ്റെ ദൈവം നമ്മുടെയും ദൈവമാകുന്നു. എന്നാൽ ദാനിയേലിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അവനെ സിംഹക്കുഴിയിൽ നിന്നും വിടുവിച്ചതുപോലെ നമ്മുടെയും പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവം അത്ഭുതകരമായി നമ്മെ വിടുവിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു എങ്കിൽ ദാനിയേലിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകുവാൻ നാം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നമ്മെ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാകുന്നു. സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ നശിപ്പിക്കുന്നതിനും മറ്റുള്ളവർക്ക് എന്ത് ദോഷം വന്നാലും സാരമില്ല, എനിക്ക് നന്നായി വരണമെന്ന് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം ഇതുപോലെ അത്ഭുതകരമായി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ തന്നെ എന്തെല്ലാം രാജകൽപ്പന ഉണ്ടായാലും മറ്റുള്ളവരെല്ലാം എതിരായി കഴിഞ്ഞാലും ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റ് ഒന്നിനെയും, രാജാവിനെയോ രാജാവുണ്ടാക്കുന്ന ബിംബത്തെയോ ദേശത്തിലെല്ലാവരും ആരാധിക്കുന്നതായ ദൈവങ്ങളെയോ ആരാധിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം ദാനിയേൽ എടുത്തു. അതുപോലെയുള്ളൊരു തീരുമാനം എടുക്കുന്നവർക്ക് മാത്രമേ ദാനിയേലിൻ്റെ പ്രതിസന്ധിയിൽ ഇറങ്ങി വന്നവനായ ദൈവം തങ്ങളുടെയും പ്രതിസന്ധിയിൽ ഇറങ്ങി വന്ന് വേണ്ടത് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. നാം വേദപുസ്തകത്തിൽ ചിലരെ പറ്റിയുള്ള മറ്റുള്ളവരുടെ സാക്ഷ്യം എന്താകുന്നു എന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പലരും സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചിലരെ വ്യക്തിവൈരാഗ്യത്തോടുകൂടിയും വിദ്വേഷത്തോടുകൂടിയും സംസാരിച്ചു. പ്രത്യേകിച്ച് മത നേതാക്കന്മാരും അന്നത്തെ ഭക്തരെന്ന് കണക്കാക്കിയിരുന്നവരും യേശുവിൻ്റെ ജീവിതശൈലിയിൽ താല്പര്യമില്ലാതെ യേശു അവർ പാപികളെന്ന് കണക്കാക്കിയവരോടുകൂടെ സഹകരിക്കുകയും അങ്ങനെയുള്ളവരോടുകൂടെ ആഹാരം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ള കാരണത്താൽ യേശുവിനെ ദൂഷ്യം പറഞ്ഞു. എന്നാൽ ചില ആരോപണങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് അവർ യേശുവിനെ കൊല്ലുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പീലാത്തോസ് എന്ന നാടുവാഴിയുടെ മുമ്പിലാക്കിയിരിക്കുമ്പോൾ തന്നെ വിചാരണ ചെയ്തവനായ പീലാത്തോസ് പറയുകയാകുന്നു, ഇവനിൽ ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. പീലാത്തോസിൻ്റെ ഭാര്യ പറയുകയാകുന്നു, ഇവൻ നീതിമാനായ മനുഷ്യനാകുന്നുവെന്ന്. ഒരു നാടുവാഴി, ഒരു ജഡ്ജി ഒരു കുറ്റവാളിയെ നോക്കിയിട്ട് പറയുകയാകുന്നു, അവർ തന്നെ പറ്റിയുള്ള ആരോപണങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയുകയാകുന്നു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പത്രോസ്, യേശുവിനോടുകൂടെ വളരെ നാൾ നടന്നിട്ടുള്ളതായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതുകയാകുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സമയത്ത് തൻ്റെ ബലഹീനതയിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും പത്രോസ് പിൽക്കാലത്ത് തൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാകുന്നു, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, അവൻ പാപം ചെയ്തിട്ടില്ലാത്ത വ്യക്തിയാകുന്നുവെന്ന്. ഇതാകുന്നു യേശുവിനെ പറ്റിയുള്ള സാക്ഷ്യം. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അനേകരെ പറ്റി സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ദാനിയേലിനെ പറ്റിയുള്ള സാക്ഷ്യം നാം കേട്ടുകഴിഞ്ഞു. അതുപോലെ കോർന്നല്യോസിനെ പറ്റി, കോർന്നല്യോസ് എന്ന് പറയുന്നത് ഒരു പുറജാതിക്കാരനായിരുന്നു. റോമാ പട്ടാളത്തിൽ ഒരു ഉന്നത സ്ഥാനത്തുള്ളതായ വ്യക്തിയായിരുന്നു കോർന്നല്യോസ്.
എന്നാൽ കോർന്നല്യോസിനെ പറ്റി തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായ പടയാളികളും തൻ്റെ വേലക്കാരും ഒക്കെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കാണുന്നത് അവൻ നീതിമാനാകുന്നു, അവൻ ദൈവഭക്തനാകുന്നു, യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവൻ ആകുന്നു. മാത്രമല്ല അവൻ യഹൂദന്മാരാലും ഏതൊരു ജനത്തിൻ്റെ മേലെ റോമാ ഗവൺമെൻറ് അധികാരം വഹിക്കുന്നുവോ ആ ഗവൺമെൻറ്റിൻ്റെ ഒരു പടയാളിയെപ്പറ്റി പറയുന്നത് അവൻ യഹൂദന്മാരാൽ സാക്ഷ്യം പ്രാപിച്ചവനാകുന്നു. അവൻ ജീവിക്കുന്നതായ സ്ഥലത്തുള്ള അന്യജാതിക്കാരിൽ നിന്നും മറ്റുള്ള തന്നിൽ നിന്നും വ്യത്യസ്തരായിരിക്കുന്നവരിൽ നിന്നും സാക്ഷ്യം പ്രാപിച്ചവരാകുന്നു. വിശ്വാസികളും വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു. നമ്മെ ആക്കിയിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ നാം വിശ്വസ്തയോടും നിർമ്മല മനോഭാവത്തോടും കൂടെ ജീവിക്കുകയും ദൈവഭക്തി ഉള്ളവരായിരിക്കുകയും നീതിമാന്മാരായിരിക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മുടെ കഴിവുകൊണ്ട് നേടിയെടുക്കുന്നതല്ല. നമ്മളെന്തൊക്കെയോ കുറേയൊക്കെ ശ്രമിച്ച് നീതിമാന്മാരാകാനൊന്നും സാധിക്കുകയില്ല. പിന്നെയോ ക്രിസ്തുവിൻ്റെ നീതി നമ്മളിൽ ഉള്ളപ്പോൾ ആ നീതി നമ്മിൽ പ്രവർത്തിക്കുന്നതിന് നാം അനുവദിച്ചു കൊടുത്ത് ദൈവകൃപ ദിവസം തോറും പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. അങ്ങനെയുള്ളപ്പോൾ ലോകം നമ്മെ നീതിമാന്മാരായി കാണും. നമ്മുടെ ഭക്തി ജെനുവിനാകുന്നു, നമ്മുടെ ഭക്തി അത് ശരിയായിട്ടുള്ളതാകുന്നു, വെറുതെ നാം പുറത്ത് കാണിക്കുന്ന ഭക്തി മാത്രമല്ല എന്ന് അവർക്ക് മനസ്സിലാകും. മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല സാക്ഷ്യമുണ്ടാകും. തീമത്യോസിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം ഉള്ളവൻ ആയിരുന്നു. ഒരു വ്യത്യസ്തമായ ചുറ്റുപാടിലുള്ള വ്യക്തിയായിരുന്നു തീമത്യോസ്. തൻ്റെ പിതാവ് പുറജാതിക്കാരനും മാതാവ് യഹൂദ സ്ത്രീയുമായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു വ്യക്തി വളർന്നു വന്നപ്പോൾ, ഒരു യുവാവായിട്ട് വളർന്നു വരുമ്പോൾ തന്നെപ്പറ്റിയുള്ള സാക്ഷ്യം, അവൻ നല്ല സാക്ഷ്യമുള്ള, അവനെപ്പറ്റി എഴുതിയിരിക്കുന്നത് നല്ല സാക്ഷ്യമുള്ളവരായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നതായ യുവതി യുവാക്കന്മാർ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ അടുത്ത തലമുറ ഓർക്കേണ്ടത് സമൂഹത്തിൽ നല്ല സാക്ഷ്യമുള്ളവരായിരിക്കുവാൻ നാം ശ്രമിക്കേണ്ടത്, അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു. ഒരു കാലത്ത് യുവതി യുവാക്കന്മാരെന്ന് പറഞ്ഞാൽ ആദർശങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തവരായിരുന്നു. എല്ലാ ആദർശങ്ങളും ശരിയായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും ഏതെങ്കിലും ആദർശത്തിനു വേണ്ടി എന്തു വില കൊടുക്കുവാനും മടിയില്ലാത്തതായിരുന്നു യുവതി യുവാക്കന്മാരുടെ തലമുറ. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ആദർശങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു യുവതലമുറയാകുന്നു നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. രാഷ്ട്രീയ പാർട്ടി ഏതായാലും താൽക്കാലിക ലാഭത്തിനു വേണ്ടി യാതൊരു അച്ചടക്കവുമില്ലാതെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നതായ യുവതി യുവാക്കന്മാരെയാകുന്നു ഇന്ന് സമൂഹത്തിൽ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ തീമത്യോസിനെ പോലെ ആദർശങ്ങളുള്ളവരായി, സഹോദരന്മാരാൽ നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ നാമേ ഒരുങ്ങേണ്ടത് ആവശ്യമാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും അനന്യാസ് എന്നു പേരുള്ളതായ ഒരു മനുഷ്യനെ കുറിച്ച് കാണുന്നുണ്ട്. അനന്യാസ് ദമസ്കോസിൽ താമസിച്ചിരുന്നതായ ഒരു ക്രിസ്തു ശിഷ്യൻ ആയിരുന്നു. ആദ്യകാലത്തുണ്ടായിരുന്നതായ ഒരു ശിഷ്യൻ ആയിരുന്നു. താൻ വിശ്വസിച്ചു, യേശുവിനെ സ്വീകരിച്ചു, യേശുവിൻ്റെ ഒരു ശിഷ്യനായി ജീവിച്ചു. എന്നാൽ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് ശൗലിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് പേരും മുമ്പോട്ട് വന്നപ്പോൾ ഇവരൊക്കെ ഭയവിഹ്വലരായി കഴിയുകയാകുന്നു. എന്നാൽ ആ മനുഷ്യനെ പറ്റി വേദപുസ്തകത്തിൽ പറയുന്നത് അവൻ യഹൂദന്മാരാൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവൻ ആയിരുന്നു. അവൻ വിശ്വാസത്തിൽ യേശുവിനെ അനുഗമിക്കുന്നവൻ ആയിരുന്നുവെങ്കിലും യഹൂദ മതാനുസരണ പ്രകാരമല്ല, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ പാതയിൽ താൻ മുന്നോട്ട് പോകുന്നു, യേശുവിൻ്റെ അനുയായി എന്നുള്ള നിലയിൽ താൻ മുന്നോട്ട് പോകുന്നു. എങ്കിലും താൻ ഏതൊരു സമൂഹത്തിൻ്റെ മധ്യത്തിൽ ജീവിച്ചുവോ യഹൂദന്മാർ അവരാൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു അനന്യാസ്. അങ്ങനെയുള്ള മനുഷ്യനെ ആകുന്നു ശൗലിനോട് സുവിശേഷം പറയുന്നതിന് വേണ്ടിയും ശൗലിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനമുണ്ടായ സമയത്ത് അവനോട് ദൈവിക ആലോചന പറഞ്ഞു കൊടുത്ത് സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നതിനും ദൈവം എടുത്തുപയോഗിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുപാട് നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആത്മീയമായി അനുഗ്രഹിക്കപ്പെടണമെന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യതിയാനം വരുത്തുന്നതിന് മുഖാന്തരമാകണമെന്നും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ തീമത്യോസിനെ പോലെയും അനന്യാസിനെ പോലെയും നല്ല സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാകുന്നു. കൊർന്നല്യോസിനെ പോലെ കൂടെ ജോലി ചെയ്യുന്നവരുടെ മധ്യത്തിലും തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ മധ്യത്തിലും നല്ല സാക്ഷ്യമുണ്ടാകേണ്ടത് ആവശ്യമാകുന്നു.
3 യോഹന്നാൻ 12 അധ്യായത്തിൽ സഭയിലുള്ളതായ ഒരു വ്യക്തിയെപ്പറ്റി പറയുന്നുണ്ട്, ദെമത്രിയോസ്. അവൻ എല്ലാവരാലും നല്ല സാക്ഷ്യം ലഭിച്ചവൻ ആയിരുന്നു. നമുക്ക് ഇന്ന് സുവിശേഷം പറയുവാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണം നമുക്ക് സമൂഹത്തിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുന്നതാകുന്നു. ആരോടെങ്കിലും പോയി സുവിശേഷം പറഞ്ഞാൽ ഉടനെ അവർ തിരിച്ചു ചോദിച്ചെന്ന് വരും, നിങ്ങൾ ഈ സുവിശേഷം പറയുന്നതല്ല, നിങ്ങളുടെ ജീവിതത്തിലൊന്നും കാണുന്നില്ലല്ലോ എന്ന്. ഞാൻ ചെന്ന് പറയുമ്പോൾ നമ്മളുടെ കൂടെ ആരാധിക്കുകയും നമ്മളുടെ വിശ്വാസം മുറുകെ പിടിക്കുകയും ചെയ്യുന്ന അനേകരുടെയും ജീവിതത്തിലെ ന്യൂനതകളെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചു എന്ന് വരും. കുറ്റം പറയാനിരിക്കുന്നവരെ ഒന്നില്ല അല്ലെങ്കിൽ വേറെ കാര്യത്തിൽ കുറ്റം പറയും. അവരുടെ എല്ലാം ആ കുറ്റം പറച്ചിൽ നിർത്തുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. എന്നാൽ നാം അതിന് അവർക്ക് പറയുവാൻ വേണ്ടി അവസരം കൊടുക്കരുത്. നിങ്ങളെപ്പറ്റി സകല ദൂഷണവും കളവായി പറയുമ്പോൾ അതിൽ സന്തോഷിച്ച് തുള്ളുവീൻ എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. യേശു തന്നെ പറയുകയാണ്, നിങ്ങളെപ്പറ്റി ആരോപണങ്ങളൊക്കെ മറ്റുള്ളവർ പറയും, എന്നാൽ ആ പറയുന്നത് കളവായിട്ടാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്, ഇത് വെറും കളവ് പറയാകുന്നു, എന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവർ പറയുകയാകുന്നു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ സാധിക്കും. എന്നാൽ ഇന്ന് നമ്മെപ്പറ്റിയും നമ്മളുടെ ഇടയിലുള്ളവരെ പറ്റിയും പലതും പറയുന്നത് കളവായിട്ടാണോ എന്ന് നമുക്ക് സംശയമാകുന്നു. കാരണം ജീവിതത്തിൽ അങ്ങനെ സാക്ഷ്യമുള്ളവർ, വിശ്വസ്തതയുള്ളവർ, നിർമ്മല മനസാക്ഷിയുള്ളവർ കുറഞ്ഞു വരികയാകുന്നു. നാം അത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇനിയും ഒരു കാലത്ത് ചിലപ്പോൾ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊത്ത നിലയിൽ ഉയർന്നില്ല എങ്കിലും പിൽക്കാലത്ത് നമ്മിൽ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദൈവം അതാകുന്നു ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടായെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം പുറകോട്ട് പോയെങ്കിൽ, നമ്മുടെ സാക്ഷ്യം വല്ല കാരണവശാലും നഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും ആ രീതിയിൽ തന്നെ തുടരേണ്ട ആവശ്യമില്ല. പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ മിഷണറി വേലയ്ക്ക് വേണ്ടി അവർ ആദ്യമായി പോകുമ്പോൾ അവരോടുകൂടി ഇറങ്ങിത്തിരിച്ച ഒരു യുവാവുണ്ടായിരുന്നു, ജോൺ മർക്കോസ് എന്ന് പറയുന്നതായ ആ വ്യക്തി. അവന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിച്ചുവെങ്കിലും തന്നെ യൗവനം കൊണ്ടായിരിക്കാം അവരോടുകൂടെ പോകുവാൻ മനസ്സില്ലാതെ പ്രതിസന്ധികൾ വന്നപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നതിന് പ്രയാസം കൊണ്ടായിരിക്കാം അവരെ വിട്ടുപോയി. അതുമൂലം ബർന്നബാസും പൗലോസും തമ്മിലും ഒരു അകൽച്ചയ്ക്ക് കാരണമായി തീർന്നു. എന്നാൽ അന്ന് ബർന്നബാസ് തൻ്റെ അനന്തരവനായ മർക്കോസിനെ കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ വളരെ ശക്തമായിട്ട് പൗലോസ് എതിർത്തു. എന്നാൽ പിൽക്കാലത്ത് പൗലോസ് പറയുകയാകുന്നു, അവൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവൻ ആകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാലത്ത് പ്രയോജനമില്ലാത്തവരായി തീർന്നു എങ്കിലും എന്നും ആ നിലയിൽ തുടരരുത്, പ്രയോജനമുള്ളവരായി തീരുക. ഒനോസിമോസിനെ പറ്റി പൗലോസ് പറയുന്നത്, അവൻ നിനക്കും എനിക്കും പ്രയോജനമുള്ളവനാകുന്നു. ഒരടിമയായി ഫിലേമോൻ്റെ അടുക്കൽ നിന്നും ഓടിപ്പോയി. ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഫിലേമോൻ്റെ എന്തൊക്കെയോ മോഷ്ടിച്ചുകൊണ്ട് ഓടിപ്പോയതായ ഒരു വ്യക്തി ആ റോമിലെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ പൗലോസുമായിട്ട് ബന്ധപ്പെടുകയും യേശുവിനെ കണ്ടുമുട്ടുകയും ചെയ്തു. അവനെ ഫിലേമോൻ്റെ അടുക്കിലേക്ക് തിരിച്ചയക്കുമ്പോൾ പൗലോസ് പറയുകയാകുന്നു, ഒനോസിമോസിനെ പറ്റി പറയുകയാകുന്നു, അവൻ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനാകുന്നു. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മെപ്പറ്റിയുള്ള സാക്ഷ്യം മറ്റുള്ളവർക്ക് എന്താണ് പറയുവാനുള്ളത്? പ്രയോജനമുള്ളവരായിട്ടാണോ നാം ജീവിക്കുന്നത്? എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ നേടുന്നു, അതല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ കണ്ണുകളിൽ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രയോജനമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. മറ്റുള്ളവർക്ക് നമ്മെപ്പറ്റിയുള്ള സാക്ഷ്യം എന്താവുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അല്പനേരം ഇരുന്ന് ദൈവസന്നിധിയിലൊന്ന് ശോധന ചെയ്യുക. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ദേശത്ത്, എൻ്റെ സഭയിൽ, എൻ്റെ ചുറ്റുപാടിൽ എന്നെപ്പറ്റി എന്ത് സാക്ഷ്യമാണുള്ളത്? ആ സാക്ഷ്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാകുന്നുവെങ്കിൽ അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുക, ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്നതിനോടൊന്ന് സഹായിക്കണം. ഞങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടവരാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. സാക്ഷ്യമുള്ളവരായി, ദേശത്ത് മാതൃകയുള്ളവരായി ജീവിക്കുന്നതിനോട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വഴി നടത്തിക്കാട്ടെ. കൃപയിൽ മുന്നോട്ട് പോകുന്നതിനോടൊന്ന് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.